കഴിഞ്ഞ ജന്മങ്ങളിൽ കുറേ സത്കർമ്മങ്ങളും ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹത്തിൽ പോയി ജനിക്കും. ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ ലാലേട്ടനോ അല്ലെങ്കിൽ വലിയ വലിയ ഫിലിം സ്റ്റാർസിനൊക്കെ നമ്മളെ പോലെ ഷോപ്പിങ്ങിന് പോകാനോ പുറത്തിറങ്ങി നടക്കാനോ പറ്റില്ല. സ്ത്രീയുടെ ശരീരം ഇങ്ങനെ ആയതിന് കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടതുകൊണ്ടാണ്. കുടുംബത്തിലെ സ്ത്രീകളുടെ അവസ്ഥ അത്ര സുഖകരമൊന്നുമല്ല, കൂടുതലും അത്ര ആഗ്രഹിച്ച ഒരു കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ ഇതൊരു മോശമായ കാര്യമാണെന്നുമല്ല. പ്രഭാഷണം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. പ്രസംഗ മത്സരത്തിന് പോയപ്പോൾ തന്നെ അത് പകുതി വെച്ച് മറന്നുപോയിട്ട് ഇറങ്ങി വന്നയാളാണ്. കുഞ്ഞിലേ തൊട്ട് അച്ഛനോട് എനിക്ക് വല്ലാത്തൊരു ആരാധനയായിരുന്നു. ഏത് ജീവനുള്ള വസ്തുവിലും ശക്തിയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ഈ ശക്തിയുണ്ട്. ഈ ശക്തിയാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരം. നമസ്തേ. ആത്മീയ പ്രഭാഷണങ്ങളിലൂടെ ഭാരതത്തിന്റെ പൈതൃകത്തെയും പുരാണങ്ങളെയും എല്ലാം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രിയ പ്രഭാഷകയായ പ്രൊഫസർ സരിത അയ്യറാണ് ഇന്ന് എനിക്കിപ്പോൾ ഉള്ളത്. നമസ്കാരം. നമസ്തേ. നമുക്കറിയാം, ഈ പ്രഭാഷണം എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് അല്ല. ഒരുപാട് പേരിലേക്ക് നമ്മൾ നല്ല ആശയങ്ങളെ എത്തിക്കാനുള്ള ഒരു വേദിയാണ് പ്രഭാഷണത്തിന്റെ വേദി എന്ന് പറയുന്നത്. ആ വേദിയിലേക്കുള്ള ഒരു കടന്നുവരവ് അതെങ്ങനെയായിരുന്നു? ഞാന് അത്ര ആഗ്രഹിച്ച ഒരു കാര്യമൊന്നുമല്ല. എന്ന് വെച്ചാൽ ഇതൊരു മോശമായ കാര്യമാണെന്നുമല്ല. പക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഇന്നയാളായി തീരണം, അല്ലെങ്കിൽ ഇന്ന ജോലി കിട്ടണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരു തരത്തിൽ നോക്കിയാൽ ഞാൻ ഒരു കാലത്തും പ്രഭാഷകയാകാൻ ആഗ്രഹിച്ചിട്ടില്ല. കാരണം ഇതെനിക്ക് പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷേ പ്രഭാഷകയാകാൻ ഒരു കാരണം ഒരു പക്ഷേ കുഞ്ഞിലേ തൊട്ട് എനിക്ക് ഈശ്വര കാര്യങ്ങളിൽ വളരെ താല്പര്യം ഉണ്ടായിരുന്നു. ധാരാളം ഇതുപോലെയുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കുമായിരുന്നു, പ്രഭാഷണങ്ങളൊക്കെ കേൾക്കുമായിരുന്നു. അത് കഴിഞ്ഞ് കുറേ കാലമൊക്കെ കഴിഞ്ഞ് എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു, ഞാൻ ഭഗവാൻ സത്യസായി ബാബയുടെ വചനങ്ങളിലൊക്കെ വളരെ ആകർഷ്ടയായി. ആ സമയത്താണ് ഭഗവാൻ സത്യസായി ബാബയുടെ കേരളത്തിലെ മലയാളത്തിലുള്ള ധാരാളം പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ശ്രീ എൻ സോമശേഖർ അവർകൾ, അദ്ദേഹമാണ് എന്നോടിങ്ങനെ ഒരു പ്രഭാഷണം ചെയ്താലോ, ഒന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അപ്പം അന്ന് ഞാൻ വിചാരിച്ചു, അയ്യോ ഞാനെങ്ങനെയാണ് പ്രഭാഷണം ചെയ്യുന്നത്? കാരണം സ്കൂളിലൊന്നും ഇങ്ങനെ പ്രസംഗത്തിനൊന്നും അധികം കയറിയിട്ടില്ല. പ്രസംഗ മത്സരത്തിന് പോയപ്പോൾ തന്നെ അത് പകുതി വെച്ച് മറന്നുപോയിട്ട് ഇറങ്ങി വന്നയാളാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല എന്നെ കൊണ്ട് ഇത് പറ്റും എന്നുള്ളത്. പിന്നെ അദ്ദേഹം ചോദിച്ചപ്പോൾ അന്ന് ടീച്ചറൊക്കെ ആയിക്കഴിഞ്ഞു, ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞു. അപ്പം അദ്ദേഹം ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റും തോന്നുന്നില്ല. അപ്പം അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഈ വിഷയത്തെ പറ്റി അറിവ് കുറച്ചുള്ളവർക്കല്ലേ സംസാരിക്കാൻ പറ്റൂ, ഞാൻ പറഞ്ഞു തരാം, അതൊന്ന് ചെയ്തു നോക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചെയ്തു നോക്കിയത്. അപ്പം അത് അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ മൊബൈൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്യും, അത് വീട്ടിൽ വന്നിരുന്ന് കേൾക്കും, പറയും. പിന്നെ അതിലപ്പം നമുക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം എന്നൊക്കെ തോന്നും. അങ്ങനെ ഒരു പ്രഭാഷണം ചെയ്തപ്പോൾ അത് ഇഷ്ടമായിട്ട് അടുത്ത ആളുകൾ വിളിച്ചു, അത് കേട്ടപ്പോൾ അടുത്തയാള് വിളിച്ചു, അത് ഇങ്ങനെയായി നിരവധി വേദികളായി. ഇപ്പം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ധാരാളം ഭഗവത് കഥകൾ പറയാൻ പറ്റും. നമ്മൾ ആരായി തീരണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കർമ്മഫലങ്ങളാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ ജനിച്ച ഉടനെ തന്നെ ഓക്കെ ഞാൻ ഇന്നതാകാം എന്നുള്ള ചിന്തയൊന്നും നമുക്ക് വരുന്നില്ല, കുറെ കാലങ്ങൾക്ക് ശേഷം. പക്ഷെ ജനിച്ച കാലം മുതൽ അല്ലെങ്കിൽ ഒന്ന് അറിവ് വെച്ച് തുടങ്ങിയ കാലം മുതൽ ആത്മീയ കാര്യങ്ങളിൽ വലിയ രീതിയിൽ ആകൃഷ്ടയായിട്ടുള്ള ഒരാളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജനിച്ച കുടുംബം അല്ലെങ്കിൽ ആ പശ്ചാത്തലം അതിനൊരു വലിയ ഘടകമായിരിക്കാം, അല്ലെങ്കിൽ അച്ഛൻ അതിന് വലിയൊരു ഫാക്ടർ ആയിരിക്കാം. എങ്ങനെയാണ് അങ്ങനെ ഒരു നിയോഗം എല്ലാവർക്കും കിട്ടണമെന്നില്ല. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം അതിന് നമുക്കൊപ്പം നിൽക്കുക, അതിനൊരു വഴി കാട്ടിത്തരിക എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ആ ഭാഗ്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് ശരിക്കും പറഞ്ഞാല് നമ്മളുടെ ഒരു കാഴ്ചപ്പാടില് ഈ ഒരു ജന്മത്തില് ചിലർക്കില്ല ചിലർക്കുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എല്ലാവരും ഈ വഴി കൂടെ കടന്നുപോയേ പറ്റൂ. ആ ഈശ്വര കാര്യങ്ങളിൽ ആകൃഷ്ടരായി അവസാനം ആ സനാതനധർമ്മത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഈശ്വരനുമായിട്ട് എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടെ പോയി നമ്മൾ ലയിക്കുക എന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ കാണുന്ന ഒരു ജന്മത്തിൽ നമ്മൾ കാണുന്ന എല്ലാവർക്കും അത് പറ്റുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മളെ മുന്നേ പോയവരുണ്ട്, പുറകെ പോയവരുണ്ട്. കാരണം സനാതനധർമ്മം പുനർജന്മത്തിൽ വിശ്വസിക്കുന്നുണ്ട്, അതുപോലെ പൂർവ്വജന്മത്തിലും
വിശ്വസിക്കുന്നു എന്നല്ല, പൂർവ്വജന്മത്തെ പറ്റി പറയുന്നു, പുനർജന്മത്തെ പറ്റി പറയും. അപ്പൊ ഏതൊക്കെയോ ജന്മങ്ങളിൽ ഞാൻ എൻ്റെ തുടക്കം തൊട്ട് ചിലപ്പോൾ പല പല മൃഗങ്ങളായിട്ടോ ജീവികളായിട്ടോ ഒക്കെ വന്ന് ഈ ഇതിനു മുമ്പും ചിലപ്പം മനുഷ്യജന്മം ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ കഴിഞ്ഞ ജന്മങ്ങളിൽ ഇതിനോടൊരു അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കുറേ ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളൊക്കെ ചെയ്തിരിക്കാം. അതുകൊണ്ടായിരിക്കാം ജനിച്ചപ്പോൾ അതിന്റെ തുടക്കമായിട്ട് വന്നത്. കാരണം ഭഗവത്ഗീതയിൽ അർജുനൻ ഇത് ചോദിക്കുന്നുണ്ട്. കാരണം ഞാൻ ഇത്രയൊക്കെ ചെയ്തു വെച്ചു, അടുത്ത ജന്മം എന്തായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, എവിടെ നിർത്തിയോ അതിന്റെ ബാക്കിയിലായിരിക്കും തുടങ്ങുക എന്നുള്ളത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ജന്മങ്ങളിൽ കുറെ സത്കർമ്മങ്ങളും ഈശ്വര കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ അതിന് അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹത്തിൽ പോയി ജനിക്കും. അപ്പൊ ഇതൊരു തുടർച്ചയാണ്. അപ്പൊ അതിന്റെ ഒരു ഇടയ്ക്കുള്ള ഭാഗം മാത്രം, ആ ഇന്റർവെല് കഴിഞ്ഞിട്ടുള്ള ഭാഗം നമ്മൾ കാണുന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ജന്മത്തിൽ എനിക്ക് ഈശ്വര കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം വന്നതാണ്. വേറൊരാൾക്ക് ചിലപ്പോ അടുത്ത ജന്മത്തിലായിരിക്കും കൂടുതൽ താല്പര്യം വരിക, അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിലെ വന്നിട്ടുണ്ടായിരിക്കാം. നമ്മളിത് മാത്രമേ കാണുന്നുള്ളൂ എന്നേ ഉള്ളൂ. എല്ലാവരും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ ധാർമ്മിക പാതയിലൂടെ കടന്നുപോയി ഈശ്വര കാര്യങ്ങളിൽ താല്പര്യം ഉണ്ടായതിൽ കൂടെ തന്നെ പോകാനേ വഴിയുള്ളൂ, വേറെ വഴിയില്ല. കാരണം എവിടെ നിന്ന് പുറപ്പെട്ടോ അവിടേക്ക് തിരിച്ചെത്താം. ഇപ്പൊ നമ്മള് പ്രഭാഷണം എന്ന് പറയുമ്പോൾ ഒരുപാട് പുരുഷ മുഖങ്ങളാണ് നമുക്ക് ഉള്ളിലേക്ക്. ഇപ്പൊ മള്ളിയൂർ തിരുമേനിയൊക്കെ നമ്മള് ഒരുപാട് പ്രഭാഷണങ്ങൾ നേരിട്ട് കേൾക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇന്നലെ ഇന്ന് ഓർക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഭാഗവത സപ്താഹങ്ങളാണെങ്കിലും എല്ലാം. പക്ഷെ സ്ത്രീകളെ നമ്മൾ നോക്കുമ്പോൾ അധികം കാണാറില്ല പ്രഭാഷണ വേദികളില് അല്ലെങ്കിൽ സപ്താഹ വേദികളിലും സ്ത്രീകളെ നമ്മൾ കാണാറില്ല. അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് വലിയൊരു മാറ്റം ആണ് കൊണ്ടുവരുന്നത്. അത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സപ്താഹവേദിയില് സ്ത്രീകളെ കുറച്ചൊക്കെ ഉണ്ട്, എങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇപ്പൊ സപ്താഹമൊക്കെ ആണെങ്കിൽ ഈ കുടുംബത്തിന്റെ കുറെ തിരക്കുകളൊക്കെ ഉണ്ടല്ലോ. 7 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കുക, കുട്ടികളെ വിട്ടിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ കുറെ അധികം സമയം ഇതിനു വേണ്ടിയിട്ട് അറിയാലോ, നമ്മൾ ഇതിനു വേണ്ടി മാറ്റിവെക്കണം, പഠിക്കാൻ വെക്കണം, ജീവിത സാഹചര്യങ്ങളെല്ലാം അനുകൂലമാകണം. നമ്മളുടെ ഇന്നത്തെ ഒരു രീതി അനുസരിച്ച് സ്ത്രീകൾക്ക് ഈ ഒരു കാലഘട്ടമാകുമ്പോൾ കുട്ടികളെ വളർത്തുക ഇങ്ങനെയുള്ള വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ എല്ലാവർക്കും അത് പെട്ടെന്ന് ഒരുപോലെ മാനേജ് ചെയ്യാൻ പറ്റണം എന്നില്ല. പിന്നെ സപ്താഹമൊക്കെ ഈ 7 ദിവസം മാറി നിൽക്കുക, പിന്നെ സ്ത്രീകളുടെ ശാരീരികമായിട്ടുള്ള മെൻസസ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊരു ഫാക്ടറാണ്. അത് ഞാൻ വളരെ ഭൗതികമായിട്ടുള്ള രീതിയിൽ പറഞ്ഞതാണ്. പിന്നെ ഉള്ളത് ഈ പറയുന്നത് പോലെ വളരെയധികം സമയം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. പിന്നെ അതിന് ഉള്ളിലൂടെ ഒരു പാഷൻ നമുക്ക് ഉണ്ടാകുകയും വേണം. പാഷൻ ആണോ ഇത് പറയേണ്ടതെന്ന് എനിക്കറിയില്ല, പക്ഷെ ഏതിനോടാണേലും നമുക്ക് ആ ഒരു താല്പര്യം വേണം, സ്നേഹം വേണം. അപ്പം ഇന്നത്തെ സ്ത്രീകളുടെ രീതി വെച്ചിട്ട് അത്രമാത്രം ഒരു സ്വാതന്ത്ര്യം കുടുംബത്തിൽ നിന്ന് അവർക്ക് കിട്ടുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കില്ല. കുടുംബാംഗങ്ങളുടെ എല്ലാം ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിലേക്ക് പോകാൻ സാധിക്കൂ. നമ്മൾ പറയാറുണ്ട് പൊതുവെ സ്ത്രീകൾ ഭയങ്കര എന്താ പറയാ കുറച്ചും കൂടി ലോജിക്കലി കാര്യങ്ങൾ ചിന്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ കുറച്ചും പ്രാക്ടിക്കലി ചിന്തിക്കുന്നവരാണ്. പക്ഷെ പൊതുവെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ സ്ത്രീകൾ ഭയങ്കര ഇമോഷണലി വീക്കായവരായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷെ ടൈം എടുത്ത് കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണ്. ഒരു മാനേജ്മെന്റ് ലെവലിൽ പഠിച്ച ഒരാളാണ്, അല്ലെങ്കിൽ മാനേജ്മെന്റ് പ്രൊഫസറാണ്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കാരണം സ്ത്രീകൾ മൾട്ടി ടാസ്കിങ്ങില് വളരെ മിടുക്കരാണ്. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളെ അങ്ങനെ ആക്കി തീർക്കുന്നതാണ് നമ്മുടെ സാഹചര്യം. കാരണം എന്നാ വെച്ചാൽ നമ്മളിപ്പോ ജോലി കാണും, വീട്ടിലത്തെ കാര്യങ്ങൾ കാണും, ഇതെല്ലാം കൂടെ മാനേജ് ചെയ്യേണ്ടപ്പോൾ നമ്മൾ തന്നെ ഉള്ളൂ, വേറെ ആരും ഇല്ല എന്നൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് അടുത്ത വഴി കണ്ടുപിടിക്കും. അപ്പൊ പലപ്പോഴും നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് നമ്മൾ അതിന് പല സൊല്യൂഷനും കണ്ടുപിടിക്കുന്നത്. എല്ലാം കൂളായിട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോകും. അപ്പൊ നമുക്ക് വി ആർ ഫോഴ്സ്ഡ് ടു ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരേ സമയം ബാക്കി കാര്യം ഇപ്പം ഞാൻ എപ്പോഴും പറയും, എൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, ഞാൻ എവിടെ പോയാലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരില്ല. അത് റെയിൽവേ സ്റ്റേഷനിൽ പോയാലും എയർപോർട്ടിൽ പോയാലും കാറിൽ ഇരുന്നാലും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് സ്ത്രീക്ക് ആ ഒരു സ്കില്ല് പ്രത്യേകിച്ച് ഉണ്ട്. പിന്നെ മാനസികമായിട്ട് പൊതുവെ സ്ത്രീകള് ഇമോഷണലാണ്, അത് തമ്മിലൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നം വരുമ്പോൾ മാനസികമായിട്ട് പലപ്പോഴും സ്ത്രീകൾ കരുത്ത് കാണിക്കാറുണ്ട്. ആ സ്ത്രീകളുടെ കരുത്ത് സമൂഹത്തിനൊരു വളരെ വലിയ സമൂഹത്തിനെ സ്വാധീനിക്കുന്നുമുണ്ട്.
കാരണം സ്ത്രീ ശക്തി സ്വരൂപിണി എന്ന് പറയുന്നില്ല. കാരണം ആ ഒരു കരുത്തോടുകൂടി തന്നെയാണ് സ്ത്രീയുടെ ഒരു എന്താ പറയുക, സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണം, അതിന് ചെറിയൊരു കരുത്തൊന്നും പോരാ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സൃഷ്ടിയുടെ തന്നെ പ്രത്യേകതകളിൽ ഇത് വരുന്നുണ്ട്, സ്ത്രീയുടെ ആ മാനസികമായിട്ടുള്ള കരുത്ത്. പിന്നെ ശാരീരികമായിട്ട് അവൾക്ക് കരുത്ത് കുറവാണ് പുരുഷനെ അപേക്ഷിച്ച്, ഇൻ ജനറൽ എല്ലാവരുടെ കാര്യത്തിൽ. ഇപ്പൊ എല്ലാവരും മേരി കോം ഒന്നും അല്ലല്ലോ. പക്ഷേ അവിടെ അവൾക്കപ്പോൾ കരുത്തേകാൻ പുരുഷനുണ്ട്, അല്ലെങ്കിൽ ജനിക്കുമ്പോൾ അച്ഛനുണ്ട് ശാരീരികമായി അവളെ സംരക്ഷിക്കാൻ. അതുപോലെ തന്നെ ഭർത്താവ് ഉണ്ടായിരിക്കും, സഹോദരങ്ങൾ കാണും. കാരണം സ്ത്രീയുടെ മകനുണ്ട്. സ്ത്രീയുടെ ശരീരം ഇങ്ങനെ ആയതിന് കാരണം ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടതുകൊണ്ടാണ്. കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ ശരീരം ഇളതാകും, അല്ലെങ്കിൽ കുഞ്ഞിന് പാല് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ടൊക്കെ സ്ത്രീയുടെ ശരീരം ഇങ്ങനെ ആയാലേ പറ്റൂ. അപ്പൊ സ്ത്രീയുടെ ശരീരത്തിന് അത്ര ശക്തി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്കറിയാം സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ. പക്ഷെ അവളെ സംരക്ഷിക്കാൻ അവിടെ അപ്പോൾ കുടുംബാംഗങ്ങളുണ്ട്. പക്ഷെ അവൾ ഈ പറയുന്ന പോലെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പദവിയിലാണ് ഇരിക്കുക, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുക. പുരുഷന്മാർ എത്ര വിചാരിച്ചാലും സ്വാഭാവികമായ രീതിയിൽ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റില്ല. അത്ര വലിയ പദവിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് അവൾ ഈ ത്യാഗം സഹിക്കുന്നത്. അവളുടെ നമ്മൾ ഏത് വലിയ പദവിയിൽ എത്തണമെങ്കിലും ചില ത്യാഗങ്ങളൊക്കെ സഹിക്കണം. ഞാൻ എപ്പോഴും പറയും, ഇപ്പൊ ലാലേട്ടനോ അല്ലെങ്കിൽ വലിയ വലിയ ഫിലിം സ്റ്റാർസിനൊക്കെ നമ്മളെ പോലെ ഷോപ്പിങ്ങിന് പോകാനോ പുറത്തിറങ്ങി നടക്കാനോ പറ്റില്ല. അവരാ പദവിയിൽ എത്തുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ത്യജിക്കുന്നുണ്ട്. അപ്പൊ വളരെ വലിയ ഉയർന്ന മഹിമയുള്ള പദവിയിൽ എത്തുമ്പോൾ നമുക്ക് പലതും ത്യാഗം ചെയ്യേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് സ്ത്രീകളുടെ ശരീരത്തിന് പൊതുവെ കുറച്ച് ശക്തി കുറവുള്ളത്. നമ്മള് പ്രകൃതിയായിട്ടാണ് സ്ത്രീയെ കാണുന്നത്. ഒരു ശക്തി സങ്കല്പം എന്ന് പറയുന്നത് ഒരുപാട് കാലങ്ങളായി ഭാരതത്തിന്റെ പൈതൃകവുമായി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നതാണ് ശക്തി എന്ന് പറയുന്നത്. കാരണം ദേവീ സങ്കല്പങ്ങൾക്ക് അത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഭാരതം എല്ലാ കാലത്തും. ഭാരതാംബയാണെങ്കിലും ഭാരതത്തെ വരെ ഭൂമിയെ സ്ത്രീയായിട്ടാണ് കാണുന്നത്. എല്ലാം ഒരു സ്ത്രീലിംഗത്തിന് ഒരു വലിയൊരു പ്രാധാന്യം, ആ ശക്തി സ്വരൂപിണിയായ ആ ഒരു ഭാവം ഭാരതത്തിലെങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അത് അടിസ്ഥാനപരമായിട്ട് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് ശക്തിയിലാണ്, ഊർജത്തിനാണ്. അപ്പൊ ഞാൻ ധാരാളം വേദിയിൽ പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും ഒന്ന് പറയാം. ഇപ്പൊ നമ്മള് ഒരു കല്ലെടുക്കുക, ആ കല്ലിന് ജീവനില്ല. പക്ഷെ ആ കല്ല് കുറെ വസ്തുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വസ്തുക്കളെല്ലാം അങ്ങ് ചേർന്ന് നിൽക്കണം അല്ലെ? ആ കല്ല് ആ ഷേപ്പിൽ തന്നെ ഇരിക്കുന്ന എന്തുകൊണ്ടാണ്? ആ കല്ല് ഏതെല്ലാം വസ്തുക്കൾ തമ്മിലാണോ ചേർന്ന് നിൽക്കുന്നത് അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശക്തിയുണ്ട്, ശരിയല്ലേ? അതുകൊണ്ടാണ് അത് ആ ആകൃതിയിൽ ഇരിക്കുന്നത്. അപ്പൊ കല്ലിനുള്ളില് ജീവനില്ല എന്ന് പറയുന്ന ആ കല്ലിനുള്ളിൽ ഒരു ശക്തിയുണ്ട്. ഇനിയിപ്പോ ഒരു ചെമ്പരത്തിമുട്ട് ഇവിടെ പറിച്ചു വെക്കുക, ഇപ്പൊ സന്ധ്യക്ക് നമ്മൾ പറിച്ചു വെക്കുക, നാളെ രാവിലെ അത് വിടരും. അത് നമ്മുടെ അന്തരീക്ഷത്തിലെ ചൂടും വെളിച്ചവും കൊണ്ട് മാത്രമല്ല, അത് വിടരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ തന്നെ ഒരു ശക്തിയുണ്ട് അല്ലേ? അത് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ അതിനുള്ളിൽ ഒരു ശക്തിയുണ്ട്. ആ ഉള്ളിൽ നിന്നുള്ള ശക്തിയാണ് അത് വിടർത്തുന്നത്. ഇപ്പൊ മുട്ട വിടരുന്നത് പോലെ, മുട്ട വിരിയുന്ന പോലെ. ഞാൻ പറയും, മുട്ട പുറത്തു നിന്ന് പൊട്ടിച്ചാൽ ഒരു ജീവൻ പോകും, അകത്തു നിന്ന് പൊട്ടിച്ചാൽ ഒരു ജീവൻ ഉണ്ടാകുകയാണ് ചെയ്യുക. അപ്പൊ അകത്തു നിന്ന് പൊട്ടുമ്പോൾ അവിടെ അതൊരു ജീവൻ ഉണ്ടാകുന്നുണ്ട്, അവിടെ ഒരു ശക്തിയുണ്ട്. അപ്പൊ കല്ലെന്ന് പറയുന്നത് ജീവനില്ലാത്ത വസ്തുവാണ്, അതില് ശക്തിയുണ്ട്. ഇപ്പൊ ജീവനുള്ള നമ്മള് ചെടിക്ക് ജീവനുണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ ചെമ്പരത്തിയിലും ശക്തിയുണ്ട്, നമ്മളിലും ശക്തിയുണ്ട്. അങ്ങനെ നോക്കിയാൽ ഈ കല്ലെന്ന് പറയുന്ന ഒരു സാമ്പിളായിട്ട് എടുത്താൽ ഏത് ജീവനില്ലാത്ത വസ്തുവിലും ശക്തിയുണ്ട്, ഏത് ജീവനുള്ള വസ്തുവിലും ശക്തിയുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ഈ ശക്തിയുണ്ട്. ഈ ശക്തിയാണ് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരം. അപ്പൊ പക്ഷെ ശക്തിയെ നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലെ? നമ്മുടെ ശക്തി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, നമ്മുടെ ശക്തിയെ കണ്ടിട്ടില്ല. പക്ഷെ ഈ പ്രപഞ്ചത്തിന്റെ ആധാരം ശക്തി ആയതുകൊണ്ട് ഋഷീശ്വരന്മാർക്ക് മനസ്സിലായി നമ്മൾ ശക്തിയാണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലെ? കാരണം ഇതിന്റെ ആധാരം അതാണെങ്കിൽ അതിന്റെ മുന്നിൽ നമ്മളൊന്ന് തലകുനിക്കണ്ടേ, അതിനെ ബഹുമാനിക്കണം. പക്ഷെ ശക്തിക്ക് രൂപമില്ല. ശക്തിക്ക് രൂപമില്ലാത്തതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. കാരണം മനുഷ്യന്റെ മനസ്സെങ്ങനെയാണ്, രൂപമില്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ടാണ്, ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശക്തിക്കൊരു രൂപം കൊടുത്തു. ആ ശക്തിക്ക് രൂപം കൊടുത്താണ് സതീദേവി. നമ്മള് ശക്തി ദേവി എന്നൊക്കെ പറയുന്നത്. സ്ത്രീ രൂപം കൊടുത്തത് വെറുതെ അല്ല. സ്ത്രീ രൂപം കൊടുത്തത് എന്താന്ന് വെച്ചാൽ ഏത് പ്രകൃതിയിലെ വസ്തുവും സൃഷ്ടിക്കപ്പെടുന്നത് ഈ ശക്തി ഉള്ളതുകൊണ്ടാണ്. സൃഷ്ടി എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഒരു സ്ത്രീയിൽ നിന്നാണ്, സ്ത്രീ ലിംഗത്തിൽ നിന്നാണ് ശക്തി ഉണ്ടാകുന്നത്. അപ്പോൾ
മനുഷ്യൻ എപ്പോഴും ദൈവത്തിനെ കാണാൻ ഇഷ്ടപ്പെടുന്നത് മനുഷ്യരൂപത്തിലാണ് കൂടുതലും. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ മനുഷ്യരിൽ ഒരു ജനനം അല്ലെങ്കിൽ നിർവഹിക്കപ്പെടുന്നത് ഒരു സ്ത്രീയിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ സ്ത്രീ രൂപം കൊടുത്തു. അതാണ് ശക്തി സ്വരൂപിണിയായിട്ടുള്ള സതീദേവി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കരുത്ത് സ്ത്രീക്കുണ്ട്, ആ സൃഷ്ടിക്ക് ഉള്ള ആധാരമായിട്ടുള്ള കരുത്ത് സ്ത്രീയിലുണ്ട് എന്ന് നമ്മളുടെ ആചാര്യന്മാർക്ക് അറിയാവുന്നതുകൊണ്ടാണ് സ്ത്രീയെ ശക്തി സ്വരൂപിണി എന്ന് തന്നെ വിളിച്ചത്. അപ്പൊ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ വീടുകളിലും ഈ ശക്തി സ്വരൂപിണികളാണുള്ളത്. മഹാപെരിവ പറയും കാഞ്ചി കാമകോട്ടി പീഠത്തിലെ സ്ത്രീകളുടെ ഭക്തി മൂലമാണ് ഭാരതം ഇതുപോലെ നിലനിൽക്കുന്നത് എന്ന്. അപ്പൊ സ്ത്രീകളുടെ ആ ശക്തിയും കരുത്തും കൊണ്ടാണ് ഭാരതം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇപ്പോ നമ്മൾ പറഞ്ഞല്ലോ സ്ത്രീ എന്ന് പറയുന്ന ശക്തിയെ കുറിച്ച്. ഇപ്പോ ടീച്ചർ ഒരു സ്ത്രീ എന്ന നിലയിൽ നോക്കുമ്പോൾ ഏറ്റവും വലിയ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് എല്ലാ ആണിന് പിന്നിലും ഒരു സ്ത്രീ ഉണ്ടാകും, ഒരു ബാക്ക് ബോൺ ആയിട്ട് ഒരു സ്ത്രീയുടെ ശക്തിയാണ്. ഇപ്പൊ സതീദേവിയെ കുറിച്ച് പറയുമ്പോൾ സതീദേവി മരിച്ചു പോയ, അല്ലെങ്കിൽ സതീദേവി പോയ വിരഹത്തില് ഭ്രാന്തനായി മാറുന്ന ശിവനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു വിരഹം ശിവന് പോലും സഹിക്കാനായില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അപ്പോ അത്തരത്തിൽ ഒരു മാൻലി, നമ്മൾ എത്രത്തോളം മാൻലി ആണെന്ന് പറഞ്ഞാലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാക്കാൻ സ്ത്രീക്ക് സാധിക്കും എന്ന് പറയാറുണ്ട്. ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് അതിനോട് യോജിക്കുന്നുണ്ടോ? വീക്ക് പോയിന്റ് എന്നല്ല നമ്മൾ പറയേണ്ടത്, തിരിച്ചു വേണമെങ്കിൽ ശക്തി കൂട്ടുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. പക്ഷെ അത് രണ്ട് തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം. കാരണം എല്ലാവരും പറയും ഏതൊരു പുരുഷന്റെ പുറകിലും ഒരു സ്ത്രീ ഉണ്ട് എന്നുള്ളത്. പക്ഷെ അതൊരു കാരണമായിട്ട് പറയുന്നത് പലപ്പോഴും നമ്മൾ എത്ര സ്ത്രീകൾ സമൂഹത്തിൽ മാനിക്കപ്പെടുന്നുണ്ടോ എന്നൊക്കെ കണ്ടാലും നമ്മൾ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കിയാൽ കുടുംബത്തിലെ സ്ത്രീകളുടെ അവസ്ഥ അത്ര സുഖകരമൊന്നുമല്ല. കൂടുതലും നമ്മൾ ഈ സ്ത്രീധന പ്രശ്നങ്ങളും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ കൂടുതലും കുറച്ചുകൂടി ഒരു കമ്പാഷനേറ്റ് ആയിട്ട് കുറച്ചുകൂടി ആർദ്രതയോടുകൂടി പെരുമാറാൻ പറ്റുന്നത് കൂടുതലും സ്ത്രീകളാണ്. അതുകൊണ്ട് തന്നെ അവർ പുരുഷന്മാർക്ക് വളരെയധികം അങ്ങ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇത് തിരിച്ചും വേണ്ടതാണ്. പക്ഷെ പലപ്പോഴും സ്ത്രീകൾക്കത് കിട്ടുന്നില്ല. അതുകൊണ്ട് അതാരും പരാമർശിക്കുന്നില്ല. പുരുഷനും ഇങ്ങനെ കൊടുക്കുകയായിരുന്നുവെങ്കിൽ ഈ സ്ത്രീകൾ അത് ഡിസർവ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. പലപ്പോഴും. ഞാൻ ഒരിക്കലും ഇത് കാടടച്ച് വെടിവെക്കുമല്ല, എങ്കിലും പൊതുവെ കാണുന്നത് ഇത് രണ്ട് തരത്തിലും വേണ്ടതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന എവിടെയാണ്? സ്ത്രീകൾ കൂടുതലായിട്ട് പുരുഷന്മാർക്ക് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ പ്രവർത്തന മേഖലയിൽ സപ്പോർട്ട് കൊടുക്കുന്നതായിട്ടാണ്. തിരിച്ച് പുരുഷൻ വളരെയധികം സപ്പോർട്ട് കൊടുക്കുമ്പോൾ നമ്മളതൊരു അത്ഭുതത്തോടു കൂടിയാണ് പലപ്പോഴും വീക്ഷിക്കുന്നത്. ഞാനിതൊരു എന്താ പറയാ, അങ്ങനെ സ്ത്രീപക്ഷത്തിൽ മാത്രം നിന്ന് പറയുന്നു എന്നങ്ങനെയല്ല. പക്ഷെ നമ്മൾ ധാരാളം ആളുകളുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്കിത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ശരിക്കു പറഞ്ഞാൽ ഏതൊരു പുരുഷന്റെ പുറകിലും ഒരു സ്ത്രീക്ക് നിൽക്കാം. അതുപോലെ തന്നെ ഏതൊരു സ്ത്രീയുടെ പുറകിലോ മുന്നിലോ ശക്തിയായിട്ട് പുരുഷനും നിൽക്കേണ്ടതാണ്. കൂടുതലായിട്ട് ഇങ്ങനെ കാണുന്നോണ്ട് നമ്മൾ ഇത് മാത്രം പരാമർശിക്കുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ ടീച്ചറുടെ പിന്നില് ശക്തിയായി നിന്ന രണ്ട് പുരുഷന്മാരുണ്ട്. ഒന്ന് അച്ഛനായിരിക്കാം, ആയിരിക്കാന്നല്ല, അച്ഛനാണ്. ബാല്യകാലം മുതൽ ഒരു കൗമാര കാലഘട്ടം വരെയൊക്കെ ടീച്ചറെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച വ്യക്തിത്വമാണ്. പിന്നീട് ഭർത്താവാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റുമാനൂരപ്പനോട് പ്രാർത്ഥിച്ച കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ ഭർത്താവും വലിയൊരു ശക്തിയായി. ഇപ്പൊ പ്രഭാഷണത്തിലേക്ക് കടന്നു വരുന്നത് കല്യാണത്തിന് ശേഷമാണ്. കാരണം ആ ഒരു കാലത്തൊക്കെ കല്യാണത്തിന് ശേഷം ഇങ്ങനെ ഒരു മേഖലയിൽ കടന്നു വരിക എന്ന് പറയുമ്പോൾ അത്രത്തോളം സപ്പോർട്ട് വേണ്ട ഒരു കാലഘട്ടത്തിലാണ് ടീച്ചർ കടന്നു വരുന്നത്. അപ്പോ സ്ത്രീക്ക് പിന്നിൽ അല്ലെങ്കിൽ ശക്തിയായി നിൽക്കുന്ന രണ്ട് പുരുഷന്മാരുടെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളായി നമുക്ക് ഇവരെ മുന്നോട്ട് വയ്ക്കാം എന്നുള്ളതല്ലേ? ആ കാര്യത്തില് ഞാൻ തീർച്ചയായിട്ടും ഒരു ഭാഗ്യവതി തന്നെയാണ്. സത്യം പറഞ്ഞാല് അച്ഛൻ കുഞ്ഞിലേ തൊട്ട് അച്ഛനോട് എനിക്ക് വല്ലാത്തൊരു ആരാധനയായിരുന്നു. അച്ഛനെ കണ്ടിട്ടാണ് എനിക്ക് കോളേജ് ടീച്ചർ ആവണമെന്ന് ആഗ്രഹം. എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം എനിക്കൊരു കോളേജ് ടീച്ചറാണ്. അത് ഈ അച്ഛനോടുള്ള ആരാധന കൂടിയിട്ടാണ്. പക്ഷേ ഈ പറയുന്ന പോലെ അച്ഛൻ ഈ ക്ഷേത്രമായിട്ടുള്ള പരിപാടികളിലെല്ലാം വളരെ പ്രവർത്തിക്കുമായിരുന്നു. അമ്മയ്ക്ക് ആധ്യാത്മിക കാര്യങ്ങളിൽ നല്ല വായനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അവരെൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ വിവാഹം കഴിഞ്ഞപ്പോൾ അതും വളരെയധികം ഒരു ആശ്ചര്യകരം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഈശ്വര കാര്യങ്ങളിൽ വളരെയധികം താല്പര്യവും ശ്രദ്ധയുള്ള ആളായിരുന്നു. വളരെയധികം നാമം ജപിക്കുകയും വേദങ്ങളൊക്കെ ചൊല്ലുകയൊക്കെ ചെയ്യുന്നതായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പോകാനോ പ്രഭാഷണം കേൾക്കാൻ പോകാനോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഒരു തടസ്സമില്ലായിരുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ ഒന്നിച്ചാണ് എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നത്.
പിന്നെയാണ് ഇങ്ങനെ പ്രഭാഷണത്തിലേക്ക് വന്നത്. പ്രഭാഷണത്തിലേക്ക് വന്നപ്പോഴും വളരെ താല്പര്യമായിരുന്നു. പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും അയച്ചൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും ഒരു ഭാഗ്യവതി തന്നെയാണ്.